ഹലോ ഇപ്പോൾ 2025 JEE മെയിൻ റിസൾട്ട് വന്നു. JEE അഡ്വാൻസ്ഡ് എക്സാം ഇനി നടക്കാനിരിക്കുകയാണ്. ഇതിനൊരു അനാലിസിസ് ഇടണമെന്ന് ഒരുപാട് ആൾക്കാർ എന്താണ് അനാലിസിസും ചെയ്യാത്തതെന്ന് ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് ചെയ്യാറുണ്ട്. അനാലിസിസ് ചെയ്യുന്നതിനുള്ള സഫീഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഡാറ്റയുടെ അവൈലബിലിറ്റിയുടെ കുറവ് ശരിക്കും NTA റിപ്പോർട്ട്സിലൊക്കെ ഇത്തവണ ഉണ്ട്. രണ്ടാമത്തെ കാര്യം എന്നുള്ളത്, ഞങ്ങൾ കഴിഞ്ഞ ഒരു 2 ദിവസങ്ങളായിട്ട് JEE അഡ്വാൻസ്ഡിൻ്റെ അടക്കം കേരളത്തിൻ്റെ ഒരു ഹിസ്റ്റോറിക് ആയിട്ടുള്ള റിസൾട്ട്സിൽ കുറച്ചൊരു അനാലിസിസ് നടത്തി. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ, കേരളം ശരിക്കും എവിടെയാണ് ലാക്ക് ചെയ്യുന്നത്, എവിടെയൊക്കെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം, എന്താണ് പ്രശ്നങ്ങൾ, എവിടെയാണ് നമുക്ക് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്നുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് നല്ല അടിപൊളി ഡാറ്റ ഞങ്ങൾക്ക് ഇന്ന് പ്രസൻറ്റ് ചെയ്യാനുണ്ട്. ഇന്ന് എൻ്റെ കൂടെ ഷഫീർ സാർ ഉണ്ട്, അതേപോലെ തന്നെ ഫവാസ് ടാബൊക്കെ പിടിച്ച് ഡാറ്റ ഒക്കെ റെഡിയാക്കി ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഡിസ്കഷൻ തുടങ്ങാം. എന്താണ് 2025 റിസൾട്ടിനെ കുറിച്ച് എന്താണ് ഒരു ഫസ്റ്റ് ലെവൽ അനാലിസിസ്? അപ്പോൾ നമുക്ക് JEE മെയിൻ്റെ 2025 റിസൾട്ട് വന്നു. ഇനി ഒരുപാട് കുട്ടികൾ അഡ്വാൻസ്ഡ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഏകദേശം ടോപ്പ് 1000 റാങ്കിൽ നമുക്കൊരു 12 മലയാളികളെയാണ്, കേരളത്തിൽ നിന്ന് 12 കുട്ടികളെയാണ് കാണാൻ സാധിച്ചത്. ഒരു 10,000ലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് മേ ബി ഒരു 200+, ഒരു 210, മാക്സിമം 220 കുട്ടികളാണ് 10,000-നുള്ളിൽ ആക്ച്വലി റാങ്ക് കിട്ടിയിട്ടുള്ളത്. 230 മാക്സിമം 220-230 ആളുകളാണ് 10,000-നുള്ളിൽ എന്ത് ചെയ്തിട്ടുള്ളൂ, കേരളത്തിൽ നിന്ന് റാങ്ക് കിട്ടി. നമ്മൾ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ പരിശോധിക്കുമ്പോൾ റൈറ്റ്. അപ്പോൾ നമുക്ക് ആക്ച്വലി ഒരു ടോപ്പ് റാങ്കേഴ്സിൻ്റെ എണ്ണം ജനറലി വളരെ കുറവാണ്. ഇതാണ് നമുക്ക് ആകെയുള്ള ഡാറ്റ. 2025 സംബന്ധിച്ച് നമുക്കുള്ള ആകെയുള്ള ഡാറ്റ ഇതാണ്. ആക്ച്വലി ഇവിടെ നമ്മൾ അധികം ഡിസ്കസ് ചെയ്യപ്പെടാതെ പോകുന്ന ഒരു പോയിന്റ് ഉണ്ട്, അതിലോട്ടാണ് ഞാൻ വരുന്നത്. നമ്മളിപ്പോൾ ഒരു JEE പോലത്തെ ഒരു എക്സാം എഴുതുമ്പോൾ എല്ലാവരുടെയും മനസ്സിലുള്ള ലക്ഷ്യം എന്താ ലക്ഷ്യം? നല്ല IIT-യിൽ നല്ലൊരു ടോപ്പ് ബ്രാഞ്ച് തന്നെ നേടണം എന്നുള്ളതാണ്. ജനറലി നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ പോലത്തെ ബ്രാഞ്ചസ് ആണ്, നമ്മളൊരു സർക്യൂട്ട് ബ്രാഞ്ചസ് ആണ് നമ്മൾ ടോപ്പായിട്ട് ഡീം ചെയ്യുന്നത്. ശരിക്ക് ഈ ഒരു 1000-ന്റെ താഴെയുള്ള ആളുകളുടെ എണ്ണം കുറയുമ്പോൾ നമ്മുടെ കുട്ടികൾ അതുപോലെയുള്ള ഒരു ടോപ്പ് ബ്രാഞ്ചസിൽ എത്തുന്നുണ്ടോ എന്നുള്ളൊരു ഫണ്ടമെന്റലുള്ള ചോദ്യമില്ല. ഇതിവിടെ ശരിക്കും അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോകുന്നതെന്നാണ് എനിക്ക് തോന്നാറുണ്ട്. നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇപ്പം ഷഫീർ സാർ പറഞ്ഞൊരു ഡേറ്റയിൽ ഫസ്റ്റ് ഡേറ്റ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000-ന്റെ താഴെ 12 പേരുണ്ടെന്നാണ്. പക്ഷെ അത് നമ്മൾ ഒന്നും കൂടെ ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും 100-ന്റെ താഴെ ഒറ്റ റാങ്ക് ഉള്ളൂ. 100-ന്റെ താഴെ 98ാം റാങ്കാണ് കേരളത്തിലെ ടോപ്പർ വന്നിട്ടുള്ളത്. അത് ഓൾമോസ്റ്റ് 100 തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. പിന്നെ വന്നിട്ടുള്ളത് 400-ന്റെ അടുത്താണ് സെക്കൻഡ് റാങ്ക് വരുന്നത്. അതായത് 400-ന്റെ താഴെ ആയിട്ട് വേറെ ആളുകൾ ആരുമില്ല, ഒരാൾ മാത്രമേ 100-ന്റെ താഴെ ഉള്ളൂ. ഇനി നമ്മൾ സർക്യൂട്ട് ബ്രാഞ്ചുകളുടെ കമ്പ്യൂട്ടർ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് പോലുള്ള ബ്രാഞ്ചസ്. ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ ടോപ്പ് റാങ്കേഴ്സ് പ്രിഫർ ചെയ്യുന്നത് IIT ബോംബെയിൽ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ആണ്. ഏറ്റവും കൂടുതൽ ഒരു ജനറൽ കാറ്റഗറി ഉള്ള സ്റ്റുഡൻറ്റിന് കഴിഞ്ഞ വർഷത്തെ ജോസയുടെ ഡേറ്റ പ്രകാരം ക്ലോസിംഗ് റാങ്ക് വന്നിട്ടുള്ളത് ഏകദേശം 70ആണ്. ജനറൽ കാറ്റഗറിയിൽ 70ാമത്തെ റാങ്ക് ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, IIT ബോംബെയിൽ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞ ബ്രാഞ്ച് കിട്ടും. മദ്രാസിൽ അതെനിക്ക് തോന്നുന്നത് അറൌണ്ട് 160-170 ആണ്. മദ്രാസിലാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇത് JEE മെയിൻസിലല്ല, JEE അഡ്വാൻസ്ഡിന്റെ റാങ്കാണ്. കാരണം അതിലും കുറച്ച് ഡിസ്കഷൻസ് വരേണ്ടതുണ്ട്. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തൊക്കെ ഡേറ്റ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലും അഡ്വാൻസ്ഡും മെയിൻസും തമ്മിലുള്ള റാങ്കിലും ഒരുപാട് വ്യത്യാസങ്ങൾ വരാറുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈവൻ നമ്മുടെ കേരള ടോപ്പറിന് ഇതേ സെയിം റാങ്ക് JEE അഡ്വാൻസ്ഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഹൈലി ലൈക്ലി എന്ത് ചെയ്യില്ല, ഏറ്റവും ടോപ്പ് ജനറൽ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പായിട്ടുള്ള IIT കിട്ടില്ല കമ്പ്യൂട്ടർ സയൻസ് കിട്ടുക എന്നുള്ളത് കേരളത്തിൽ നിന്ന് ഒരാൾക്ക് പോലും സാധ്യമല്ലാത്തൊരു കാര്യമാണ്. നമ്മൾ ഡാറ്റ നോക്കുമ്പോൾ കഴിഞ്ഞ വർഷം എത്ര ആളുകൾ കേരളത്തിൽ, നമ്മൾ ടോപ്പ് 7 IITs പഴയ IITs എടുത്ത് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് എത്ര ആളുകൾക്ക് കമ്പ്യൂട്ടർ സയൻസ് കിട്ടിയെന്നുള്ള ഡാറ്റ നമ്മൾ ഒന്ന് എടുത്ത് നോക്കിയല്ലേ? കഴിഞ്ഞ ടോപ്പ് 7 IITs, അതായത് IIT-കൾ തുടങ്ങിയത് മുതൽ ഏറ്റവും ആദ്യമായി തുടങ്ങിയ 7 IIT-കളാണ് ഉള്ളത്. കാൺപൂർ, ഖരഗ്പൂർ, റൂർക്കി, മദ്രാസ്, ബോംബെ, ഡൽഹി, ഇങ്ങനെ 7 IIT-കളാണ് ഉള്ളത്. അതിൽ കഴിഞ്ഞ വർഷത്തെ ഡേറ്റ എടുത്ത് നോക്കുന്നത് 2024 ഡേറ്റയിൽ വെറും 2 പേർക്ക് മാത്രമാണ് കമ്പ്യൂട്ടർ സയൻസ് കിട്ടിയിട്ടുള്ളത്. അതായത് എല്ലാ കാറ്റഗറിയും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ 2 പേർക്കാണ് കമ്പ്യൂട്ടർ സയൻസ്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്, റൈറ്റ്. അതേപോലെ ഞാൻ ഇലക്ട്രിക്കലിൻ്റെ അതേപോലെ തന്നെ ടോപ്പ് എല്ലാ IITs-ഉം കൂടി കൂട്ടിയിട്ട്, അതായത് CSE ഏകദേശം 808 സീറ്റ് ഉണ്ട്. അതാണ് അതിൻ്റെ രസം. 808 സീറ്റിലാണ് ടോപ്പ് IITs-ൽ 2 ആളുകൾക്ക് കമ്പ്യൂട്ടർ സയൻസ് കിട്ടിയിട്ടുള്ളത്. ഇനി അത് നെക്സ്റ്റ് ഒരു ബ്രാഞ്ച് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കലിൽ 858 സീറ്റ് ഉണ്ട് ടോപ്പ് IITs-ൽ. അതിൽ 17 ആളുകൾക്കാണ് എല്ലാ കാറ്റഗറി SC ST OBC എല്ലാം അടക്കം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കിട്ടിയിട്ടുള്ളത്. അതായത് ടോപ്പ് ഒരു 1500, എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഒരു 1600 സീറ്റിൽ വെറും 19 മലയാളികൾ മാത്രമാണ് ഉള്ളത് എന്നുള്ളതാണ്.
യെസ്. അപ്പോൾ ഇതിൽ വേറെയും ഒരുപാട് ആ സെയിം ഡാറ്റയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ടോപ്പ് 7 IITs അല്ലെങ്കിൽ ടോപ്പ് 5 IITs മെൻഷൻ ചെയ്തു. അതിൽ ഏകദേശം 8100 സീറ്റുകളാണ് ടോട്ടലി അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എൻ്റയർ അഡ്മിഷൻസ് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ പോകാൻ ആഗ്രഹിക്കുന്ന ആദ്യത്തെ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് 5 IITകളിൽ 8195 സീറ്റുകൾ ഉണ്ടായിട്ട് അതിൽ കേരളത്തിൽ നിന്നും അഡ്മിഷൻ നേടിയ കുട്ടികളുടെ എണ്ണം 125 ആണ്. അതേ സമയത്ത് നമ്മൾ രാജസ്ഥാൻ നോക്കുകയാണെങ്കിൽ അത് 1289 കോട്ട എഫക്ട്. മഹാരാഷ്ട്ര നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1069. ഈവൻ ഡൽഹിയിലടക്കം 824 കുട്ടികൾ. ഡൽഹി എന്ന് പറഞ്ഞാൽ ചെറിയൊരു സ്ഥലമാണ്, ചെറിയൊരു സ്ഥലമാണ്. അവിടുത്തെ 824 കുട്ടികൾ ഈ ടോപ്പ് 5 IITസിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഡൽഹി മാത്രമല്ല, നമ്മൾ ഡൽഹിയൊക്കെ കുറച്ചും കൂടി മെട്രോപൊളിറ്റൻ അർബൻ ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ ആണെങ്കിലും നമുക്ക് അസ്യൂം ചെയ്യാം. അതൊക്കെ ഒന്നും കൂടെ കേരളത്തിനോട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നേരെ മറിച്ച് ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഞ്ചാബ് പോലെയുള്ള, വെസ്റ്റ് ബംഗാൾ പോലെയുള്ള ഡെമോഗ്രഫിക്കലി ഒരു കേരളവുമായി സിമിലർ ആയിട്ട് നിൽക്കുന്ന, അതായത് പോപ്പുലേഷൻ കൗണ്ട് ആവട്ടെ, അല്ലെങ്കിൽ പോപ്പുലേഷൻ കൗണ്ട് ആക്ച്വലി പഞ്ചാബിലൊക്കെ കുറവാണ്. എന്നിരുന്നാൽ പോലും പഞ്ചാബിൽ നിന്ന്, ചെറിയൊരു സംസ്ഥാനമായ പഞ്ചാബിൽ നിന്ന് ഏകദേശം 230 കുട്ടികളാണ് കഴിഞ്ഞ വർഷം നമ്മുടെ ഏകദേശം ഡബിൾ കുട്ടികളാണ്. വെസ്റ്റ് ബംഗാൾ 297 കുട്ടികൾ ടോപ്പ് 5 IITകളിലേക്ക്. നമ്മൾ പലപ്പോഴും പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങൾ, അല്ലെങ്കിൽ നമ്മളെ അത്ര തന്നെ എഡ്യൂക്കേഷനിൽ മുന്നോട്ട് നിൽക്കുന്ന സംസ്ഥാനങ്ങളല്ല എന്ന് പറയപ്പെടുന്ന സംസ്ഥാനങ്ങളാണ് പലപ്പോഴും വെസ്റ്റ് ബംഗാളും. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് ഇത് ഞാൻ കമ്പയർ ചെയ്യുന്നത് ഇപ്പോൾ 2010 ഞാൻ IIT ജോയിൻ ചെയ്യുന്നത്. 2011 ഷഫീറും ഫവാസൊക്കെ IIT മദ്രാസിൽ വരുന്നത്. 2010 ഡാറ്റ ഞാൻ കറക്റ്റായിട്ട് പറയാം. 2010 കമ്പ്യൂട്ടർ സയൻസിൽ 2 മലയാളികൾ IIT മദ്രാസിലുണ്ടായിരുന്നു. 2 അല്ല 3 മലയാളികളുണ്ടായിരുന്നു, 3 ആളുകളുണ്ടായിരുന്നു. എനിക്കും കിട്ടിയിരുന്നു, ഞാൻ എടുത്തില്ല. ഞാൻ കമ്പ്യൂട്ടർ സയൻസിനോട് പേടി ചെയ്തുകൊണ്ട് ഞാൻ എടുത്തില്ല. അപ്പോൾ 3 ആളുകൾ കമ്പ്യൂട്ടർ സയൻസിന് IIT മദ്രാസിൽ മാത്രമുള്ള സ്ഥലത്താണ് ഇപ്പോൾ ടോപ്പ് എല്ലാ IITകളിലും കൂടി 2 ആൾക്കാരുള്ളത്. ഇനി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കണക്ക്, ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണല്ലോ പഠിച്ചത്. കമ്പ്യൂട്ടർ സയൻസ് പേടിച്ച് ഞാൻ പോയത് ഇലക്ട്രിക്കലിലോട്ടാണ്. ഇലക്ട്രിക്കലിൽ ഞങ്ങൾ 7 മലയാളികൾ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് എന്താ പറയുക, നമ്മൾ പറഞ്ഞ ഡൽഹിയിൽ നിന്നൊക്കെ വന്ന മല്ലൂസ് 1-2 ആൾക്കാർ വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ അതായത് പക്ഷേ കേരളത്തിൽ പഠിച്ച 7 ആൾക്കാർ, ഞങ്ങളുടെ ടീം ഞങ്ങളൊരു 7 ആൾക്കാരുണ്ടായിരുന്നു. അതായത് IIT മദ്രാസിന് മാത്രം ഈ പറഞ്ഞ 17 ആളുകളാണ് എല്ലാ IITസിലും കൂടി ഇത്തവണ ഉള്ളത്. 7 IIT മദ്രാസിൽ മാത്രം 7 മലയാളികൾ അന്ന് 2010 അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ബാച്ചിൽ എങ്ങനെയാന്നുള്ളത് എനിക്കറിയില്ല. ഞങ്ങളുടെ ബാച്ചിലും കമ്പ്യൂട്ടർ സയൻസിൽ എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ 4 or 5 മലയാളികൾ ഉണ്ടായിരുന്നു. അതിൽ IIT മദ്രാസിൽ കമ്പ്യൂട്ടർ സയൻസ് ചൂസ് ചെയ്യാത്ത മലയാളികൾ വേറെ ഉണ്ടായിരുന്നു. അന്ന് കമ്പ്യൂട്ടർ സയൻസിന് ഇന്ന് ഉള്ള അത്ര തന്നെ ഒരു ഡിമാൻഡ് കൂടെ ഇല്ലാത്തൊരു സമയമാണ്. ദിലീപ് ആവട്ടെ, ജോസഫ് ആവട്ടെ, ഇവർക്കൊക്കെ കമ്പ്യൂട്ടർ സയൻസ് കിട്ടാവുന്ന റാങ്ക് ഉള്ള ആളുകളായിരുന്നു. എന്നിരുന്നാൽ പോലും ഇലക്ട്രിക്കല് അത് ഈ വർഷവും ഉണ്ടാവും. അതേപോലെ താല്പര്യമുള്ളവരെടുത്ത് 1-2 പേര് ഒഴിച്ചു കഴിഞ്ഞാൽ, എന്നിരുന്നാൽ പോലും ഒരു 4 എന്നുള്ള നമ്പർ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ IITയിൽ 2 ആയത്. ഒരു ഭയങ്കര ഒരു ആക്ച്വലി ഒരു ടോപ്പ് ബ്രാഞ്ചസിലോട്ട് എത്തുന്ന മലയാളികളുടെ എണ്ണം ഹിസ്റ്റോറിക്കലി വളരെയധികം കുറഞ്ഞു വരുന്നു എന്നുള്ളത് ശരിക്കും നമ്മളൊരു കൺസേൺ ചെയ്യിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഇത്രയധികം കോച്ചിങ് ഫെസിലിറ്റീസ് കേരളത്തിൽ കൂടുമ്പോൾ, കോച്ചിങ് സെൻറ്റേഴ്സിൻ്റെ എണ്ണം കൂടുമ്പോൾ, കോച്ചിങ്ങിന് പോകുന്ന കുട്ടികളുടെ എണ്ണം കൂടുമ്പോഴും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന, അതായത് എനിക്ക് തോന്നുന്നത് ആ ഒരു പ്രപ്പോർഷനേറ്റ് നമ്പർ വെച്ച് നോക്കുമ്പോൾ അന്നുള്ള അത്ര മലയാളികളൊക്കെ തന്നെ എന്ത് ചെയ്യുന്നുള്ളൂ, ഇന്നും നമ്മൾ കയറുന്നു. കാരണം IITസിൽ സീറ്റിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട്. അതായത് നമ്മളൊക്കെ പോകുന്ന സമയത്ത് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ IITകളിലെ എല്ലാ IITകളോട് കമ്പയർ ചെയ്തിട്ട് ഒരു 8000 സീറ്റാണ് ഉണ്ടായിരുന്നത്. ഇന്ന് അത് ഏകദേശം 17,800 സീറ്റാണ് 2024 ക്ലോസ് ചെയ്തപ്പോൾ 17,700 അങ്ങാണ്ട് സീറ്റുകളാണ് ഉള്ളത്. പ്രൊപ്പോർഷനേറ്റ്ലി നമ്മുടെ സമയത്ത് ഏകദേശം ഒരു 100-110 കുട്ടികളാണ് IITകളിൽ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്രാവശ്യം അത് 230 കുട്ടികളാണ് ഓവറോൾ എല്ലാ IITകളും കൂട്ടിയിട്ട് എത്തിയത്. ടോപ്പ് IITs 125 പറഞ്ഞു, എല്ലാ IITകളിലും കൂടി 230 ആളുകളാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഡബിൾ സീറ്റായിട്ട് ഏകദേശം ഡബിൾ നമ്പറേ ഉള്ളൂ. പക്ഷേ ഇതിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, മുമ്പ് നമ്മുടെ സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ സർക്യൂട്ട് ബ്രാഞ്ചസും അല്ലെങ്കിൽ ഇതേപോലെ ടോപ്പ് പഴയ IITകളിൽ കുട്ടികൾ എത്തുന്നുണ്ടെങ്കിൽ ഇന്ന് അത് കുറഞ്ഞിട്ടുണ്ട്. പ്രൊപ്പോർഷനേറ്റ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 8000-ൽ ഒരു 120 കുട്ടികളേ ഉള്ളൂ. അന്ന് മേ ബി ഒരു 6000-ന് താഴെ സീറ്റുകളെ പഴയ IITകളിലുള്ളൂ. അതിലാണ് ഈ ഒരു 110-120 കുട്ടികൾ ഉണ്ടായിരുന്നതെങ്കിൽ ഈ പ്രാവശ്യം 8000-ലോ
ഒക്കെയാണ് ആ നമ്പർ ഓഫ് സീറ്റ്സ് ഉള്ളത്. ഇതിന്റെ കാരണങ്ങളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ മാത്രമല്ല, കേരളത്തിലെ എല്ലാ എഡ്യൂക്കേറ്റേഴ്സും ടീച്ചേഴ്സും എല്ലാവരും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ കുട്ടികൾക്ക് IIT അഡ്മിഷൻസ്, എസ്പെഷ്യലി ഏറ്റവും ടോപ്പ് IITകളിലെ ഏറ്റവും ടോപ്പ് ബ്രാഞ്ചുകളിൽ എത്തുന്ന 1-2 ആളുകളിലേക്ക് ചുരുങ്ങുന്നതിൻ്റെ കാരണം എന്നുള്ളത് നമ്മൾ നോക്കണം. മേ ബി ഒന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മുടെ കുട്ടികൾക്ക് ഒരു ഹൈസ്കൂളിൽ നിന്ന് കിട്ടുന്ന ഒരു ഫൗണ്ടേഷൻ്റെ കുറവായിരിക്കാം. അവർ പലപ്പോഴും +1 +2 എൻ്റർ ചെയ്തതിന് ശേഷമാണ് IITകൾ കേൾക്കുന്നത് തന്നെ. എന്നാൽ നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്ത സ്റ്റേറ്റുകളിലുള്ള പല കുട്ടികളും ഇതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 6th മുതലാണ്, അല്ലെങ്കിൽ 8th മുതലാണ്. ഇപ്പോൾ നമ്മുടെ കേരള ഫസ്റ്റ് റാങ്ക് വന്ന, ഓൾ ഇന്ത്യ റാങ്ക് 98 വന്ന സ്റ്റുഡൻറ്റ് തന്നെ പറഞ്ഞത് 6ാം ക്ലാസ് മുതൽ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ പോയി തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷമാണ് +1 +2 ഫുൾ സ്പീഡിൽ IIT കോച്ചിങ് ഡെഫിനറ്റ്ലി ഫിക്സ് ചെയ്യേണ്ട ഒരു കാര്യം ഇപ്പോൾ ഫൗണ്ടേഷൻസ് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ എക്സാം വേയിലൊക്കെ അടക്കം നമ്മൾ ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ജെയിലോട്ട് നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആ ബേസിക്സ് എന്നുള്ളത് പ്രധാനമാണ്. കാരണം ഫണ്ടമെന്റലി ജെഇ എന്നുള്ളത് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എക്സാം ആണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ്, ജെഇ മെയിൻ എന്നുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ 12 വന്നു. ജെഇ അഡ്വാൻസ്ഡിന് കൂടുതൽ ആൾക്കാർ വരട്ടെ നമുക്ക് ആശിക്കാം. പക്ഷേ ഹിസ്റ്റോറിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ജെഇ മെയിനിന് വന്നതിൻ്റെ ഒരു 20% 30% കുറവ് ആളുകളെ എന്തിലോട്ട് വരുന്നുള്ളൂ, ജെഇ അഡ്വാൻസ്ഡിൽ ടോപ്പ് റാങ്കിൽ വരുന്നുള്ളൂ. അതെ, അപ്പോൾ നമ്മൾ അടക്കം, ഇപ്പോൾ ഞാൻ എന്തായാലും കുറ്റമായിട്ട് പറയില്ല, അപ്പോൾ ഞാൻ അടക്കമുള്ള ആളുകളെ, എനിക്ക് ഒരു ടോപ്പ് 600 റാങ്ക് എനിക്ക് ജെഇ മെയിൻസ് അന്നത്തെ AIEEE ഉണ്ടായിരുന്നു. ജെഇ അഡ്വാൻസ്ഡിലായപ്പോൾ 2200 ഇത് ജനറലി സംഭവിക്കുന്ന ഒരു കാര്യം. കാരണം നമുക്ക് എങ്ങനെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ളത് പലപ്പോഴും അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സെയിം ഞങ്ങളുടെ ഇയറിൽ എനിക്ക് തോന്നുന്നു ടോപ്പ് 100ന്റെ താഴെ, AIEEE ടോപ്പ് 100ന്റെ താഴെ ഏകദേശം ഒരു 3-4 ആളുകൾ ഉണ്ടായിരുന്നു എന്നാണെന്ന് എൻ്റെ ഓർമ്മ ശരിയാ. നമ്മുടെ ഇയറിൽ ഏറ്റവും ടോപ്പ് റാങ്ക് വന്നത് 13 13ാമത്തെ റാങ്കാണ് AIEEE വന്നത്. ആ AIEEE 13 വന്ന ആൾക്ക് ഏകദേശം 130 റാങ്കാണ് അഡ്വാൻസ്ഡിൽ വന്നിട്ടുള്ളത്. ഈ ഒരു സിമിലർ പാറ്റേൺ നമ്മൾ എപ്പോഴും കാണുന്നതാണ്. ഈ ഒരു മാറ്റം ഇനിയിപ്പോൾ ഈ മാറ്റം ഈ വർഷം നമുക്ക് നോക്കാം. ഈ വർഷം നമ്മൾ റിസൾട്ട് വരാതെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് അനലൈസ് ചെയ്യാം. പക്ഷേ ഇവിടേക്ക് വരുന്ന സമയത്ത് ഈ അഡ്വാൻസ്ഡ് എക്സാമിൽ നമ്മൾ പിന്നിൽ പോകുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ മറ്റൊരു റീസൺ മേ ബി +1 +2 നമ്മുടെ കേരളത്തിലെ കോച്ചിങ് സ്റ്റൈലിൽ എന്തെങ്കിലും. അതെ, അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ഇപ്പോൾ ഈ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞല്ലോ, ഈ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ അത്രയും ബേസുള്ള കുട്ടികളോടാണ് നമ്മുടെ കുട്ടികൾ കോമ്പീറ്റ് ചെയ്യുന്നത്. അത് കംപ്ലീറ്റ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. അത്രയും ബേസുള്ള കുട്ടികളോടാണ് നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് ലെവലിൽ കോമ്പീറ്റ് ചെയ്യുന്നത്. ആ കോമ്പീറ്റൻസ് വർഷങ്ങളായിട്ട് അവർ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സിസ്റ്റത്തിലൂടെ വരുന്നതാണ്. അപ്പോൾ അത് നമ്മൾ നിർബന്ധമായിട്ടും ഫിക്സ് ചെയ്യണം. നിങ്ങൾക്ക് ജെഇ പോലത്തെ ഒരു എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യണം, അതും ടോപ്പ് റാങ്കിൽ ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഫൗണ്ടേഷൻ എന്നുള്ളത് വളരെ സുപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. ആ കാര്യമാണ് ഇപ്പോൾ എക്സാം വൈ ലേണിങ്ങിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫിക്സ് ചെയ്യാൻ. പക്ഷേ വളരെ സന്തോഷമുള്ള ഒരു ആസ്പെക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു തുടക്കം ഇട്ട് നമ്മൾ പോപ്പുലറൈസ് ചെയ്തൊരു കാര്യം പല ആളുകളും ഏറ്റെടുക്കുന്നത്. ഇപ്പൊ പല പേപ്പറിലുള്ള ന്യൂസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ അതിന്റെ കൂടെ തന്നെ വലുതായിട്ട് അതിന്റെ പ്രാധാന്യത്തിലോട്ട് കാര്യങ്ങൾ വരുന്നു എന്നുള്ളത് ശരിക്കും എക്സാം വൈ അല്ലെങ്കിൽ എനിക്കൊക്കെ ശരിക്കും ഭയങ്കര അഭിമാനമുള്ള കാര്യമാണ്. നല്ല കാര്യമാണ്. എല്ലാവരും നമ്മുടെ കുട്ടികൾക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടട്ടെ എന്നുള്ളതാണ്. പക്ഷെ എന്നാലും എനിക്ക് രണ്ടാമത് ഷഫീർ സാർ പറഞ്ഞൊരു പോയിന്റിലോട്ട് ഞാൻ വരുന്നത്, എന്തൊക്കെയായാലും കേരളത്തിൽ നിന്ന് ഫൗണ്ടേഷൻ കിട്ടി വരുന്ന കുറച്ച് കുട്ടികൾ എന്തായാലും ഉണ്ട്. മേ ബി അത് വളരെ കുറവായിരുന്നു, ഇപ്പം നമ്മളത് ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആ കിട്ടി വരുന്ന കുട്ടികളിൽ പോലും അത്ര വലിയൊരു നമ്പർ, അതായത് കേരളത്തിൻ്റെ ഡെമോഗ്രഫിക്സ് നമ്മൾ വെച്ച് നോക്കുമ്പോൾ ഒരു 3% 4% ആളുകൾ മൊത്തം പോപ്പുലേഷൻ നമുക്കുണ്ട് രാജ്യത്തിൻ്റെ. 3.5% സംതിങ് ഉണ്ട്. എന്നാൽ ടോട്ടൽ ജെഇ റിസൾട്ടിൻ്റെ 1.2 1.3% ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. അതിൽ ടോപ്പ് 1000 വരിക എന്നുള്ളത് മേ ബി എന്താണ് അതിനേക്കാളും കുറവാണ് എന്നുള്ളതാണ് അവിടുത്തെ ഒരു യാഥാർത്ഥ്യം എന്നുള്ളത്. അപ്പോൾ അവിടെ എന്തായിരിക്കും അവിടെ ഒരു റീസൺ എന്നുള്ളത്? നമ്മുടെ മൊത്തം സിസ്റ്റത്തിൽ ഒരു ജെഇ പോലത്തെ ഒരു സ്ഥലത്ത് റിസൾട്ട് ഉണ്ടാക്കുന്നിടത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ഡിസഡ്വാൻറ്റേജ്, നമ്മുടെ മൊത്തത്തിലൊരു സ്കൂളിംഗ് സിസ്റ്റം നമ്മൾ ജെഇ ബാച്ചൊക്കെ റൺ ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യങ്ങൾ എന്തെല്ലാം? ഒന്ന്, ഫോർ എക്സാമ്പിൾ ഇപ്പം ജെഇ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ ഒരു മാത്തമാറ്റിക്കൽ എബിലിറ്റി, അവർ അതിൽ ട്രെയിൻഡ് ആവുന്ന ആ ഒരു മെത്തേഡൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ നമുക്കിപ്പോഴും ഇവിടെ മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസും പാരൻസും അവരുടെ പ്രയോറിറ്റി നമ്പർ 1 സ്കൂൾ തന്നെയാണ്. അതൊരു വിഷയമാണ്. അപ്പോൾ സ്കൂള് നമ്മൾ നമ്പർ 1 പ്രയോറിറ്റി ആയി വെക്കുന്ന സമയത്ത് അവിടെ ഫിസിക്സും കെമിസ്ട്രി മാത്സ് മാത്രമല്ല, ലാംഗ്വേജസ് വരും, ബാക്കി സബ്ജക്റ്റുകൾ വരും. പിന്നെ സ്കൂളിൻ്റെ പാർട്ടായിട്ട് നടക്കുന്ന ആക്ടിവിറ്റീസും NSS പോലുള്ള ആക്ടിവിറ്റീസ്, ക്യാമ്പുകൾ, സ്പോർട്സ്, ആർട്സ് എല്ലാം വരും. അപ്പോൾ ഇതിലേക്കെല്ലാം കുട്ടികൾ ടൈം ഡിവൈഡ് ചെയ്ത് അതിൻ്റെ പാരലലി എന്ത് ചെയ്യാൻ കഴിയില്ല, നമുക്ക് ഈ ബാക്കി എനിക്ക് ഒരു പ്രശ്നമായി തോന്നുന്നു സ്കൂളുകളിലെ ഈ ആക്ടിവിറ്റീസിനപ്പുറം എനിക്ക് ഒരു പ്രശ്നമായി തോന്നിയിട്ടുള്ളത് പലപ്പോഴും സ്കൂളിൻ്റെ ഒരു മനോഭാവമാണ്. അതായത് ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടെന്ന് വിചാരിക്കുക, നമ്മൾ എല്ലാ കുട്ടികളെയും ജെഇക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യിക്കണം എന്നുള്ളൊരു അഭിപ്രായം നമുക്ക് ആർക്കില്ല. എല്ലാ ആക്ടിവിറ്റീസിലും ഇൻവോൾവ് ആവുക എന്നുള്ളതൊക്കെ ഒരു കുട്ടിയുടെ ഒരു ഓവറോൾ ഡെവലപ്മെൻറ്റ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനിയിപ്പോൾ ഒരു ജെഇക്ക് പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ പോലും അവന് ചില ആക്ടിവിറ്റീസിലൊക്കെ ഇൻവോൾവ് ആണെന്ന് നമ്മളും കുട്ടികളോട് പറയുന്നൊരു കാര്യമാണ്, മെൻ്റലി റിലാക്സ് ചെയ്യാനും. പക്ഷേ ഒരു ജെഇക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവനെ ആ ഒരു ബോർഡ് എക്സാമിൽ ലോക്കാക്കി ഇടുക എന്നുള്ളത്
ചില സ്കൂൾസ് എങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്. അവന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു അറ്റൻഷൻ കൊടുക്കുകയോ അല്ലെങ്കിൽ അവന് കോച്ചിങ് ആണ് പ്രധാനമെങ്കിൽ അതിലോട്ട് അവനൊന്ന് ഒരു സ്പേസ് കൊടുത്താൽ മതി. അത് അവർക്ക് മേ ബി കൂടുതൽ ട്രെയിനിങ്ങോ കാര്യങ്ങളോ ഒന്നും സ്കൂളുകളിൽ കൊടുക്കേണ്ടതില്ല. പക്ഷെ അവർക്ക് ഈ ഒരു പ്രിപ്പറേഷൻ ഉള്ളതും ഒരു സ്പേസും ഒരു ടൈമും കൊടുക്കുക എന്നുള്ളതാണ്. അതെ, എനിക്ക് തോന്നിയത് ഇത് കേൾക്കുന്ന ഹയർ സെക്കൻഡറി ടീച്ചേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നല്ലൊരു കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അവന് ത്രൈവ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അവന് മേ ബി സ്കൂൾ ആക്ടിവിറ്റീസിൽ നിന്ന് കുറച്ചൊക്കെ അവന് റിലാക്സേഷൻ കൊടുക്കുക, മേ ബി 2 ലീവ് എക്സ്ട്രാ എടുക്കാൻ അവന് അവസരം കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് എനിക്ക് ഡെഫിനറ്റ്ലി പറയാനുള്ളത്. അതുണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ മാറ്റം വരുത്താൻ. കാരണം അൾട്ടിമേറ്റ്ലി സമയത്തിന്റെ അതായത് നമ്മൾ എത്രത്തോളം ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. നമുക്ക് കുട്ടികൾ, ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികൾ എല്ലാ സ്റ്റേറ്റിലും ഉണ്ട്, മാത്തമാറ്റിക്കൽ എബിലിറ്റി ഉള്ള കുട്ടികൾ എല്ലായിടത്തും ഉണ്ട്. പക്ഷെ അവർ എത്രത്തോളം സമയം ഏറ്റവും നന്നായിട്ട് എഫക്റ്റീവായിട്ട് ഈ ഒരു പ്രിപ്പറേഷനിലേക്ക് കൊടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് റിസൾട്ടിനെ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി മറ്റ് സ്റ്റേറ്റിലെ കുട്ടികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ശരിക്കും കേരളത്തിലുള്ള കുട്ടികൾക്ക് അപ്പോൾ മറ്റ് സ്റ്റേറ്റ്സിലൊരു അഡ്വാൻറ്റേജ് കൈൻഡ് ഓഫ് പല ആൾക്കാരും ഡെമ്മി സ്കൂളിലാണ് പഠിക്കുന്നത്. അങ്ങനത്തെ കുറേ അഡ്വാൻറ്റേജ് അവർക്ക് ഉണ്ട്. അൺഫെയർ ആയിട്ട് ഇതിൽ രസകരമായിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്. കഴിഞ്ഞ 2 വർഷം മുന്നുള്ള റിസൾട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ 21ാമത്തെ റാങ്ക് വന്നിട്ടുണ്ടായിരുന്നു. 21ാമത്തെ റാങ്ക് കേരളത്തിൽ JEE അഡ്വാൻസ്ഡ് വന്നിട്ടുണ്ടായ ഒരു കുട്ടിക്ക്. പക്ഷെ ആ കുട്ടി ആക്ച്വലി പ്രകാർ ജെയിൻ കുട്ടി എന്തല്ല, കുട്ടി മലയാളിയല്ല. അതെ, അങ്ങനത്തെ 1-2 കേസുണ്ട്. മലയാളികളുടെ റിസൾട്ട്സ് എപ്പോഴും ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള രൂപത്തിലാണ് അത് നമ്മുടെ മൊത്തത്തിലുള്ള ഒരു മെന്റാലിറ്റിയുടെ കൂടി പ്രശ്നമാണെന്ന് എനിക്ക്. അല്ല, എനിക്കൊന്ന് ഒന്നുകിൽ നമ്മൾ പറയേണ്ട ഒരു ജനറ്റിക്കലി മലയാളികൾക്ക് അത്രത്തോളം ബുദ്ധിയില്ല, അങ്ങനെ പറഞ്ഞിടത്ത് അർത്ഥമില്ല. കാരണം JEE അഡ്വാൻസ്ഡ് ഇപ്പോൾ ഈ ഒരു കോച്ചിങ് കൾച്ചർ കേരളത്തിലോട്ട് ഇത്രയൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ JEE ടോപ്പ് റാങ്കേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ട്, ടോപ്പ് 10 വന്നിട്ടുള്ള ആളുകളുണ്ട്, കൺസിസ്റ്റൻ്റ്ലി വന്നിട്ടുണ്ടായിരുന്നു. ഇതിനേക്കാളും കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് ഞാൻ കുറച്ച് ഡാറ്റ ഒക്കെ നോക്കിയപ്പോൾ മനസ്സിലായത്. പല സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ആളുകളും പലതും ഇന്ന് അത്ര ലൈം ലൈറ്റ് വരാത്ത ആളുകൾ JEE ഓൾ ഇന്ത്യ റാങ്ക് വന്ന ആൾക്കാർ മലയാളികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കോച്ചിങ് കൾച്ചറൊക്കെ വന്നതോട് കൂടിയിട്ട് പക്ഷേ മലയാളിയുടെ ഒരു മെൻറ്റാലിറ്റി എന്നുള്ളത് അവിടെ കുറേയൊക്കെ ചേഞ്ച് ചെയ്യാതെ നിന്നു, എസ്പെഷ്യലി നല്ല കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതാണ്. നമ്മൾ ടീച്ചേഴ്സിനോട് റിക്വസ്റ്റ് ചെയ്ത പോലെ എനിക്ക് തോന്നിയിട്ടുള്ള ഈ പ്രകാർ ജെയിൻ്റെ ഒക്കെ റിസൾട്ട് കാണുമ്പോൾ നമ്മുടെ പേരൻസ് കൂടെ ഇതിൽ കുറച്ചും കൂടി ഇൻവോൾവ് ആവേണ്ട ഒരു അവസ്ഥ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അതായത് കുട്ടികളെ ബോർഡ് എക്സാമിൽ ചില കുട്ടികൾക്ക് മേ ബി ഈ JEE അല്ലെങ്കിൽ JEE അഡ്വാൻസ്ഡിലൊക്കെ IIT-കളിലൊക്കെ എത്താൻ പറ്റുന്ന കുട്ടികൾക്ക് അവർക്ക് ബോർഡ് എക്സാമിനേക്കാളും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് ഈ കൺസിസ്റ്റന്റ് ആയിട്ട് ഈ JEE പോലുള്ള എക്സാമിനേഷനിൽ പ്രിപ്പറേഷൻ ആണ്. അപ്പോൾ അതിനുള്ള സ്പേസ് ടീച്ചേഴ്സിനോട് സ്കൂളുകളിലോട് പറഞ്ഞ പോലെ തന്നെ നമ്മളെ പാരൻസും എന്ത് ചെയ്യണം, ഒരുക്കി കൊടുക്കുകയും വേണം, അതിനെ പുഷ് ചെയ്യും വേണം. എന്നിരുന്നാൽ മാത്രമേ ചിലപ്പോൾ ഈ രൂപത്തിലുള്ള റിസൾട്ട്. ഇത് ഒരു എക്കോസിസ്റ്റം ആണ്, റൈറ്റ്? ഇവിടെ ഒരു കുട്ടി മാത്രമല്ല ഉള്ളത്. നമ്മൾ പലപ്പോഴും ചിന്തിക്കാത്തൊരു കാര്യമാണ്. ഒരു കുട്ടിയും ഒരു കോച്ചിങ് സെൻറ്റർ മാത്രമുള്ളൊരു സ്ഥലമല്ലത്. ഈവൻ അവിടെ സ്കൂൾസ് ഉണ്ട്, അതേപോലെ തന്നെ സ്കൂളിലെ ടീച്ചേഴ്സ് ഉണ്ട്, പാരൻസ് ഉണ്ട്, ഒരു കുട്ടിയുമായി ബന്ധപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരെല്ലാവരുടെ ഒരു സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ടോപ്പേഴ്സ് ആയിട്ട് നമ്മുടെ കുട്ടികളെ മാറ്റാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അൾട്ടിമേറ്റ്ലി ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. കോമ്പറ്റേറ്റീവ് എക്സാമിൽ നമ്മൾ ഈ പറയുന്ന ലക്ഷക്കണക്കിന് കുട്ടികൾ, ഇപ്പോൾ ഈ പ്രാവശ്യം 14,75,000 കുട്ടികളാണ് JEE മെയിൻ എഴുതിയത്. അപ്പോൾ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള എക്സാംസിൽ നമ്മൾ ബാക്കിയെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് അപ്പം സ്കൂളിൽ നിന്ന് ഇപ്പോൾ നേരത്തെ അജ്മൽ സാർ പറഞ്ഞ പോലെ +1 +2 നമ്മുടെ കേരളത്തിലെ കുട്ടികൾ ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും അവർക്ക് കിട്ടുന്ന ഒരു അഡ്വൈസ് സ്കൂളിൽ നിന്ന് പലപ്പോഴും നിങ്ങൾ ആദ്യം +1 +2 സ്കൂൾ ഫോക്കസ് ചെയ്യുക, എന്നിട്ട് +2ൻ്റെ എക്സാം കഴിഞ്ഞിട്ട് എൻട്രൻസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കാം എന്നുള്ളൊരു അഡ്വൈസാണ് ഒരു മെജോറിറ്റി ഓഫ് ദ ടീച്ചേഴ്സും കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ അടുത്തൊരു പോയിന്റ് എന്നുള്ളത്, അതായത് ഈ അഡ്വൈസ് ടീച്ചേഴ്സ്, പക്ഷേ ഇത് നമ്മളിപ്പോൾ ടോപ്പേഴ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പക്ഷേ ടോപ്പേഴ്സായി വരുന്നത് പോലും ശരിക്കും ഒരു 3% വരുന്നിടത്ത് ഒരു 1.25% വരുന്നുള്ളൂ എന്നുള്ളിടത്ത് എന്തുണ്ട്, വലിയൊരു സ്കേപ്പിംഗ് ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിൽ കാര്യമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സംഭവം എന്നുള്ളത് നമ്മുടെ സിലബസും നമ്മുടെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള രീതികളും നമ്മുടെ ഒരു എസ്പെഷ്യലി മാത്തമാറ്റിക്സിലുള്ള ഒരു പെർഫോമൻസുമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, റൈറ്റ്? അതായത് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് ബോർഡ് എക്സാമിന് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്തിൻ്റെ ആവശ്യമില്ല, അവന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, അവന് തലേ ദിവസം ഒരു ലൈവോ മറ്റു കാര്യങ്ങളോ കണ്ടാൽ അവന് മാർക്ക് കിട്ടും. പിന്നെ എന്തിനാ പഠിക്കുന്നു എന്നുള്ളൊരു ചോദ്യം ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്തിലോട്ടാണ് പോകേണ്ടെന്നുള്ളൊരു ധാരണയും കുട്ടികൾ, എനിക്ക് ഈയിടെ എനിക്ക് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഇപ്പോൾ +2 എക്സാം ഒക്കെ കഴിഞ്ഞ് ഒരുപാട് കുട്ടികൾ മെസ്സേജ് ചെയ്യാറുണ്ട്, സർ എനിക്ക് എന്തിനാ പോകേണ്ടതെന്ന് അറിയില്ല, എനിക്കെന്താണ്, ഞാൻ എല്ലാത്തിലും ഉഷാറാണ്, എനിക്ക് എല്ലാത്തിലും A+ ഉണ്ട്, ഞാൻ എന്തിനാ പോകേണ്ടതെന്ന് അറിയില്ല. ഇത് വലിയൊരു പ്രശ്നമല്ലേ? ഒരു കുട്ടിക്ക് ഞാൻ എന്തിനാണ് സ്ട്രോങ് വീക്ക് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തത് വലിയൊരു പ്രശ്നമല്ലേ? മൂന്നാമത്തത്, നമ്മൾ ആക്ച്വലി നമ്മുടെ ഒരു മാത്തമാറ്റിക്സ് സിലബസ് എടുത്ത് നോക്കുമ്പോൾ വളരെയധികം ശുഷ്കമായിട്ടുള്ളൊരു കാര്യമാണ്. എസ്പെഷ്യലി സ്റ്റേറ്റ് സിലബസ് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് തന്നെ റൈറ്റ് കറക്റ്റാണ്. അത് നമ്മൾ ഏത് രീതിയിൽ നോക്കിയാലും ഇപ്പോൾ ഈവൻ പുതിയ ടെക്സ്റ്റ് ബുക്കുകൾ എത്തി 10th സ്റ്റാൻഡേർഡിൻ്റെ, അപ്പോൾ അതും മുഴുവനായിട്ട് നോക്കുമ്പോഴും നമുക്കതിൻ്റെ ഒരു ചാപ്റ്റർ എടുത്തിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 ചാപ്റ്റർ ആക്കിയത് പോലുള്ള, അല്ലെങ്കിൽ ചാപ്റ്ററിൻ്റെ ഓർഡർ മാറ്റിയതൊക്കെയാണ് കാര്യമായിട്ട് കാണാൻ പറ്റുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ
10th കുട്ടികളുടെ മാത്തമാറ്റിക്സ് എബിലിറ്റി ഇംപ്രൂവ് ചെയ്യണം, അവരുടെ പ്രോബ്ലം സോൾവിങ് ഇംപ്രൂവ് ചെയ്യണം എന്ന ഒരു ആഗ്രഹത്തോടു കൂടി ആരോഗ്യം ചെയ്തിട്ട് പ്രഥമന്റെ ലേറ്റസ്റ്റ് റിപ്പോർട്ടില് കേരളത്തിൽ നിന്ന് എന്താ ഈ ഒരു 2 നമ്പർ എടുത്താൽ ഹരിക്കാൻ അറിയുന്ന ആളുകളുടെ എണ്ണം 30% 8ാം ക്ലാസ് എന്നൊക്കെ പറയുമ്പോഴാണ് ഇതൊരു ഭീകരാവസ്ഥ നമുക്ക് മനസ്സിലാവുക. ഈവൻ നാഷണൽ അച്ചീവ്മെന്റ് സർവേ ഒരു വളരെ എന്താ പറയുക എല്ലാ സ്റ്റേറ്റ്സിലും നടത്തുന്ന സർവേയിൽ നമ്മൾ ആക്ച്വലി വളരെ പിന്നിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത്തവണത്തെ 8ാം ക്ലാസ് പരീക്ഷയിൽ തോറ്റ കുട്ടികൾ എത്ര അല്ലെ ജയിച്ച കുട്ടികൾ ആകെ 10% 20% എന്നാണ് മന്ത്രി പറഞ്ഞത്. ഇവിടെയൊക്കെ നോക്കുമ്പോഴാണ് നമ്മുടെ ഒരു സിസ്റ്റത്തിന്റെ ഭീകരാവസ്ഥ. അതായത് വളരെ മിടുക്കരായിട്ടുള്ള ആൾക്കാർ ഈ സിസ്റ്റത്തിന്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും, പക്ഷെ അവരെങ്ങനെ പിടിച്ച് താഴ്ത്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവർ റിയലൈസ് ചെയ്യുന്നത് അഗൈൻ +1 +2 കഴിഞ്ഞിട്ട് അപ്പോൾ വളരെ ലേറ്റ് ആയിട്ടുണ്ടാവും. ഈ ജെ എന്നുള്ള ഗെയിം എന്നൊക്കെ അവർ ഡെഫിനറ്റ്ലി എന്തായിട്ടുണ്ടാവും, ഔട്ടായി പോയിട്ടുണ്ടാവും. 2 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന് ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്കൂളുകൾ പ്രോബ്ലം സോൾവിങ് സ്കിൽസിന് ഊന്നിയിട്ടുള്ള ഒരു സിലബസോ ഒരു സ്ട്രക്ചറോ അല്ല ഉള്ളത്. അതായത് മാത്തമാറ്റിക്കൽ എബിലിറ്റി ആവട്ടെ, അവരുടെ മറ്റുള്ള സബ്ജക്റ്റിലുള്ള പ്രോബ്ലം സോൾവിങ് ആപ്റ്റിറ്റ്യൂഡൊന്നും എന്ത് ചെയ്യുന്നില്ല, ഡെവലപ്പ് ചെയ്യുന്നില്ല. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഓരോ ചാപ്റ്ററിലുള്ള നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെ വളരെ കുറവാണ്. ഈവൻ ദോ നമ്മൾ ബുക്കുകൾ ഓരോ വർഷവും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു നമ്പറിൽ എന്ത് ചെയ്യുന്നില്ല, മാറ്റങ്ങൾ വരുന്നില്ല. ലാസ്റ്റ് ഒരു ചോദ്യം കൂടി ഇവിടെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നു തോന്നുന്നു. നമ്മളിതൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ കുറേ ആൾക്കാർ വന്ന് ചോദിക്കും, അതിനെല്ലാവർക്കും എൻട്രൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണോ, എല്ലാവരും JEE നീറ്റാണോ എഴുതുന്നത്, സ്കൂളിലത്തെ എല്ലാവരും JEE നീറ്റിന് വേണ്ടിയിട്ടാണോ സ്കൂളിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത്? ഇതിന് ശരിക്കും നമ്മളൊരു മറുപടി കുറച്ചൊന്ന് ക്ലിയർ ആയിട്ട് കൊടുക്കണം എന്ന് തോന്നുന്നുണ്ട്. ഇത് മറുപടി ഇല്ലാത്തതുകൊണ്ടൊന്നല്ല, നമ്മൾ മുമ്പ് കൊടുക്കാത്തതുകൊണ്ടല്ല, പക്ഷേ ഇത് ആളുകൾക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണോ അത് മനസ്സിലായില്ല എന്ന് അടിക്കുകയാണോ എന്നുള്ളത് എനിക്കറിയില്ല. റൈറ്റ്, അത് നമ്മളൊരു മറുപടി കൊടുക്കണ്ടേ? സ്കൂൾ അതായത് എനിക്ക് തോന്നിയിട്ടുള്ളത് അജ്മൽ സാർ തന്നെ മൾട്ടിപ്പിൾ വീഡിയോസിൽ പറഞ്ഞൊരു കാര്യം, എല്ലാ കുട്ടികളെയും JEE നീറ്റ് എൻട്രൻസ് കോച്ചിങ്ങിന് ചേർക്കുക അല്ലെങ്കിൽ എല്ലാ കുട്ടികളെയും IIT കോച്ചിങ്ങിന് വിടുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ അതിന് കേപ്പബിൾ ആയിട്ടുള്ള കുട്ടികൾ, ഇപ്പോൾ നമ്മൾ 10ാം ക്ലാസ്സിൽ 4 ലക്ഷത്തോളം കുട്ടികൾ, 5 ലക്ഷത്തോളം കുട്ടികൾ 10ാം ക്ലാസ് കേരളത്തിൽ എഴുതുന്നതിൽ 4 ലക്ഷത്തോളം കുട്ടികൾ സ്റ്റേറ്റ് സിലബസ് ആണ്. 90% കുട്ടികളും സ്റ്റേറ്റ് സിലബസിലൂടെയാണ് കടന്നു വരുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ ബെസ്റ്റ് സ്റ്റുഡൻസിൽ അറൗണ്ട് ഒരു 80-90% മേ ബി സ്റ്റേറ്റ് സിലബസിലൂടെ കടന്നു പോകുന്നുണ്ടാവാം എന്ന് അത് തീർച്ചയായിട്ടും ഉള്ള കാര്യമാണ്. അപ്പോൾ ആ കുട്ടികൾക്ക് എത്തേണ്ട ഏറ്റവും ബെസ്റ്റ് പൊസിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് IITs ആവാം, ഏറ്റവും ബെസ്റ്റ് NITs ആവാം, അതിൽ തന്നെ ഏറ്റവും നല്ല ബ്രാഞ്ചുകളാവാം അവർ എത്തിപ്പെടേണ്ടത്. അതിലേക്ക് എത്താൻ ആസ് ഓഫ് നൗ നമ്മുടെ സിസ്റ്റത്തിൽ എന്ത് ചെയ്യുന്നില്ല, കഴിയുന്നില്ല എന്നുള്ളതാണ്. അവിടെ എല്ലാ കുട്ടികളും പല രീതിയിൽ പല ആർട്ടിസ്റ്റുകളെ പോകേണ്ടവരുണ്ടാവും, സ്പോർട്സിൽ പോകേണ്ടവരുണ്ടാവും. അപ്പോൾ IIT എത്തുന്ന പറയുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മളിൽ നല്ല ആർട്ടിസ്റ്റായി പോകുന്ന കുട്ടികളുണ്ടോ, അല്ലെങ്കിൽ നമ്മളതിൽ അടിപൊളിയായിട്ട് സ്പോർട്സിൽ പോകുന്ന കുട്ടികളുണ്ടോ? അവർക്ക് ആക്ച്വലി നമ്മുടെ നാട്ടിൽ ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. നമ്മുടെ അക്കാഡമിക്കലി അതുകൊണ്ട് ഇതിനെ കുറിച്ച് സംസാരിക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പോൾ റീസെന്റ് ഒരു മലയാളി നമ്മുടെ മുംബൈ ഇന്ത്യൻസ് ടീമിൽ കളിച്ച് നന്നായിട്ട് പെർഫോം ചെയ്തു, എല്ലാവരും നന്നായിട്ട് പ്രശംസിച്ചു. സിമിലർലി മാത്സിൽ കഴിവുള്ള കുട്ടികൾ എത്തേണ്ടത് മേ ബി IIT ബോംബെയിലെ കമ്പ്യൂട്ടർ സയൻസിലാണ്. അപ്പോൾ അത് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മാത്സ് ടീച്ചേഴ്സ്, സ്കൂളുകൾ എല്ലാവരും എന്ത് ചെയ്യണം. IPL എത്ര മലയാളികൾ കളിക്കുന്നുണ്ടെന്നുള്ള നമ്മൾ വെറുതെ ആലോചിച്ചാൽ മതി. ആകെ സഞ്ജു സാംസണും ഈ വിഘ്നേഷും മാത്രമേ ഇത്തവണ, പിന്നെ സച്ചിൻ ബേബി, അങ്ങനെ 3 ആൾക്കാരെ മൊത്തത്തിൽ, വിഷ്ണു വിനോദ്, അങ്ങനെ 4 ആൾക്കാരെ ടീമിൽ തന്നെ ഉള്ളൂ. കളിക്കാൻ അവസരം കിട്ടുന്നത് ബേസിക്കലി ഈ 2 ആളുകൾക്ക് മാത്രമേ ഉള്ളൂ. ഇതേ സാധനം തന്നെയാണ്, ഈ മീഡിയോക്രിറ്റിയാണ് നമ്മള് എല്ലാ സ്ഥലത്തും ഉള്ള. അതേസമയം തന്നെ 14 വയസ്സുകാരനാണ് വൈഭവ് സൂര്യവംശിയാണ് രാജസ്ഥാൻ റോയൽസിൽ 14 വയസ്സ് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പൊ അവൻ എന്ന് മുതലായിരിക്കും ക്രിക്കറ്റ് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക എന്ന് ആലോചിച്ചാൽ ഒരു കുട്ടിയെ അവന്റെ ഏറ്റവും ബെസ്റ്റ് കഴിവിലെത്തിക്കാനുള്ള മാർഗങ്ങൾ നമുക്കില്ല എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഊന്നൽ കൊടുക്കേണ്ട ഒരു പോയിന്റ് എന്നുള്ളത്. അത് JEE-ക്കാവട്ടെ, ഇനി സ്പോർട്സിനാവട്ടെ, ഏതിനായാലും. JEE-ക്ക് എസ്പെഷ്യലി ഞാൻ പറയാനുള്ള കാരണം ഈ പറഞ്ഞ പോലെ 4% ടോപ്പിൽ വരേണ്ടത്. നമ്മുടെ ഡെമോഗ്രാഫിക് ഡിഫറൻസ് ഇപ്പോൾ IPL എടുക്കുകയാണെങ്കിൽ IPL ഒരു 4% അല്ലെങ്കിൽ 3% പ്ലെയേഴ്സ് ആരാവണം? 100-ൽ 3 കളിക്കാര് മലയാളികളാവണം. ആകെ 3 കളിക്കാരെ നമുക്കുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം എന്നുള്ളത്. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഐഡന്റിഫൈ. ഒരു എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളത് സാധാരണ ഇതിലും മനസ്സിലാക്കാവുന്ന രീതിയിൽ ഇതിൽ ഒരു വിഷയം പറയാനില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും വലിയ വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കാനുള്ളൊരു അവസ്ഥയിലൊന്നും നമ്മളാരും എത്തിയിട്ടില്ല. നമ്മൾ സിസ്റ്റത്തെ കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. എക്സാം വൈലും നമ്മൾ ശ്രമിക്കുന്നത് ആ സിസ്റ്റത്തെ കറക്റ്റ് ചെയ്യാനാണ്. ഇപ്പോൾ 6th മുതൽ 10th വരെയുള്ള സ്റ്റുഡൻസിന് നമ്മൾ ഫൗണ്ടേഷൻ കൊടുക്കുന്നുണ്ട്. ആ ഫൗണ്ടേഷൻ പോലും നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നം എന്താ വെച്ചാൽ സ്കൂളുകളിൽ നിന്നുള്ള സഹകരണം കുറച്ചുകൂടി വേണം. അപ്പോഴാണ് നമുക്ക് കുട്ടികളെ ഒന്നുകൂടി നമുക്ക് ബെറ്റർ ആകാൻ പറ്റും. നമ്മൾ JEE ബാച്ച് ഉണ്ട്. JEE ബാച്ചിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് പലപ്പോഴും അതിനുള്ള സപ്പോർട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ്. സ്കൂളിൽ ഒരുപാട് സമയം അവർ സ്പെൻഡ് ചെയ്യണം. അപ്പോൾ JEE-ക്ക് മേ ബി ഒരു ടോപ്പ് 1000 റാങ്കിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കുട്ടിയെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പിന്നോട്ട് വലിക്കുന്നുണ്ട്, നമ്മുടെ സിസ്റ്റം പിന്നോട്ട് വലിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ഒരു കാര്യങ്ങൾ ഈ ഫൗണ്ടേഷൻ പരിഹരിക്കാൻ നമുക്ക് XNY ഉണ്ട്. ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം, നിങ്ങളെ 6 മുതൽ 10 വരെയുള്ള സ്റ്റുഡൻസിന് ജോയിൻ ചെയ്യാം. പക്ഷെ അപ്പുറത്ത് നമ്മൾ ഈ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്കൂളിലെ പ്രശ്നങ്ങളും കൂടി പരിഹരിച്ചാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ആക്ച്വലി ഈ ഒരു പ്രശ്നത്തെ, ഒരു ടോട്ടൽ പ്രശ്നങ്ങൾ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, എൻ്റെ ഇതാലോ
റൈറ്റ്. അപ്പോൾ ഇന്നത്തെ ഡിസ്കഷൻ എൻ്റെ ചെയ്യുകയാണ്. കൂടുതൽ രസകരമായിട്ടുള്ള കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അനാലിസിസുകളുമായി വരാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും അവർ വോയിസസ് ഷുഡ് ബി ഹേർഡ്, റൈറ്റ്. നമ്മൾ ഉറക്കനെ സംസാരിക്കണം, നമ്മൾ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. കാര്യങ്ങൾ പറഞ്ഞതിനനുസരിച്ച് അതിനുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട് അല്ലേ. കഴിഞ്ഞ തവണത്തെ കീം പരീക്ഷയെ സംബന്ധിച്ച് ഒരുപാട് വിവാദങ്ങളുണ്ടായിരുന്നു. ഇത്തവണ ഇതുവരെ വലിയ വിവാദങ്ങളൊന്നും വന്നിട്ടില്ല. അവിടെയൊക്കെ എന്തുണ്ട്, നിങ്ങളുടെ എല്ലാവരുടെയും വോയിസ് നമ്മുടെ ചാനലിലൂടെ ഹേർഡായി എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതൊരു ഫാക്ടറായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളൊരു വിസിബിൾ ആയിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. വീഡിയോ ഇട്ടിട്ട് എന്താ കാര്യം എന്നൊക്കെ പല ആൾക്കാരും ചോദിച്ചു. വീഡിയോ ഇട്ടിട്ടും കാര്യമുണ്ട്, നമ്മൾ ആളുകൾ അവെയർ ആക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ സംസാരിക്കുക, നിങ്ങൾ കമൻസ് ഇടുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ടു ഷഫീർ ആൻഡ് ഫവാസ്. താങ്ക് യു. ബൈ.